എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ബാലന്റെ ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആടിനും ഇത്രയും കൂടെ വീട്ടിലേക്ക് ഇറങ്ങി ചെല്ലുവാണ്. അങ്ങനെ ഇറങ്ങി ചെല്ലുന്ന സമയത്താണ് പെട്ടെന്ന് തന്നെ ധർമ്മൻ അങ്ങോട്ട് ഇറങ്ങി വന്ന്, ആഹാ നീ ഇത്ര സമയം എവിടെയായിരുന്നു? എടാ ഞങ്ങളെല്ലാവരും നിനക്ക് വേണ്ടി കാത്തിരിക്കും, അതേ സദ്യയൊക്കെ ഉണ്ടാക്കി റെഡിയായിട്ടിരിക്കുക, നീ പെട്ടെന്ന് വരാൻ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം ആടിനൊന്നും മിണ്ടിയില്ല. അതേ മറ്റൊരു വിശേഷം കൂടെ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ദേവമംഗലവും കൃഷ്ണമംഗലവും തമ്മിൽ ഒന്നാകുമെന്ന് പറയുവാണ്. ഇത് കേട്ട് കഴിഞ്ഞിട്ട് ആടിനൊരു മിണ്ടാട്ടോ ഇല്ല. ഈ സമയം ബാലൻ അങ്ങോട്ട് ഇറങ്ങി വന്നു, എടാ മോനെ നീ എന്താ അവിടെ തന്നെ നിൽക്കുന്നേ, ഇങ്ങോട്ട് കയറി വരാൻ പറയണം. പെട്ടെന്ന് ആര്യം പറഞ്ഞു, അതെ ഞാൻ മാത്രമല്ല അച്ഛാ, എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ടെന്ന് പറയണം. ഇത് കേട്ടത് ഒരു നിമിഷം ബാലൻ നമ്പരുന്നു. നിൻ്റെ കൂടെ ഒരാളോ, അതാരടെന്ന് ചോദിക്കുകയാണ്. ഈ സമയത്താണ് ബാലൻ അങ്ങോട്ട് കാറിലേക്ക് നോക്കുന്നത്. ഗോമതി മീനാക്ഷി ആകെപ്പാടെ ഞെട്ടിത്തെരിച്ചിരിക്കുക. അവർക്കറിയാം ഇനി ഏത് നിമിഷം എന്ത് സംഭവിക്കും, എന്താ സംഭവിക്കാൻ പോകുന്നു അറിയത്തില്ല. ഒരു പക്ഷേങ്കിൽ ബാലേട്ടൻ എന്താ ചെയ്യുന്നതെന്നും പറയാൻ പറ്റില്ല. അങ്ങനെ നോക്കിക്കഴിയുമ്പോഴത്തേനുമാണ് മിത്ര എവിടെ ഇരിക്കുന്നതുണ്ട്. പെട്ടെന്ന് എല്ലാവരും ഒരു നിമിഷം ഒരു ഞെട്ടുണ്ടായി. മിത്ര ഈ സമയം കാറിൽ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി. മിത്രേനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അപ്പുറം ഉണ്ടായിരുന്ന നന്ദിതയും മുത്തശ്ശിയെല്ലാം കൂടി ഓടി അങ്ങോട്ട് വരുവാണ്. നന്ദിത വന്നിട്ട് മിത്രനെ കെട്ടിപ്പിടിച്ചിട്ട്, മോളെ നീ ഇതെവിടെയായിരുന്നു? എങ്ങോട്ട് പോയി? ഒരു വാക്ക് പോലും പറയാതെ. എന്നാലും ഞങ്ങളെ എല്ലാവരും തീ തിരിച്ചല്ലോ, സാരമില്ല, എന്തായാലും കുഴപ്പമില്ല, അപ്പോൾ ആ മോളെ എന്ന് പറഞ്ഞാൽ കയ്യിലേക്ക് അങ്ങോട്ട് പിടിക്കണം. പെട്ടെന്ന് മുത്തശ്ശി വന്നിട്ട് ചോദിച്ചു, എന്നാലും മോളെ നിനക്കൊരു വാക്ക് പറഞ്ഞിട്ട് പോവായിരുന്നു കേട്ടോ, ഞങ്ങൾ എത്രമാത്രം ടെൻഷൻ അടിച്ചെന്നറിയാവോ. ഇനിയിപ്പം ഞങ്ങൾ വഴക്ക് പറയുന്നത് കരുതിയിട്ടാണോ മോൾ ഇങ്ങോട്ട് വരായിരുന്നത്? മോൾക്ക് ഇഷ്ടമില്ലായിരുന്നെങ്കിൽ മോൾ എന്തിനാ പിന്നെ ഇങ്ങനെ ഒരു വാക്കൊന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? ഈ മുത്തശ്ശിയോട് ഈ സമയം മിത്രമൊന്നും മിണ്ടിയില്ല. എന്നോട് പറഞ്ഞിട്ടും ഞാനത് കേൾക്കാത്തതുകൊണ്ടായിരിക്കില്ലേ, നീ പിടങ്ങിപ്പോയതായിരിക്കും അല്ലേ എന്ന് ചോദിക്കുകയാണ്. പെട്ടെന്നാണ് രാജേശ്വരി അങ്ങോട്ട് വരുന്നത്. രാജേശ്വരി അങ്ങോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച വേറൊന്നുമല്ല, കാരണം മിത്രയുടെ നെറ്റിയിലെ കുങ്കുമം കഴുത്തെ താലിയും കിടക്കുന്നു. നന്ദിത ഇത് ശ്രദ്ധിച്ചു പോലുമില്ല. പെട്ടെന്ന് ചോദിച്ചു, മിത്ര നിന്റെ വിവാഹം കഴിഞ്ഞോ എന്ന് ചോദിക്കുക. ഇത് കേട്ടതും അനന്തനും അച്യുതനും എല്ലാവരും ഞെട്ടിപ്പോയി. മിത്രയൊന്നും മിണ്ടിയില്ല. സത്യം പറ മോളെ, നിന്റെ വിവാഹം കഴിഞ്ഞോ? നിന്നെ ആരാ കല്യാണം കഴിച്ചതെന്ന് ചോദിക്കുക. ഈ സമയം ആര്യൻ അങ്ങോട്ട് വന്നു. ആര്യൻ പറഞ്ഞു, അതെ മിത്രയുടെ കഴുത്ത് താലി കെട്ടി ഞാനാ, എൻ്റെ ഭാര്യ അവളെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അനന്തനും അച്യുതനും മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ബാലനും ധർമ്മനും എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി. പെട്ടെന്ന് തന്നെ ആര്യൻ അങ്ങോട്ട് വന്ന് മിത്രയുടെ കൈ പിടിക്കണം. അതെ ഞാൻ ഇവളും തമ്മിൽ പ്രണയത്തിലായിരുന്നു, ഒന്നിക്കാൻ തീരുമാനിച്ചു, അങ്ങനെ ഞാൻ ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയെന്ന് പറയാം. നന്ദിത പറഞ്ഞു, ഇല്ല ഞാനിത് വിശ്വസിക്കില്ല, വെറുതെ കള്ളത്തരം പറയേണ്ടെന്ന് പറയാം. മിത്ര പറഞ്ഞു, അല്ലമ്മേ പറയുന്നത് സത്യവാ. അതെ ഞാനും മിത്രനും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു, ഞങ്ങൾ ഒന്നിക്കാൻ തീരുമാനിച്ചു, അങ്ങനെ ഞങ്ങൾ വിവാഹം കഴിച്ചെന്ന് പറയണം ഒരു ക്ഷേത്രത്തിൽ പോയിട്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് അലോക് പെട്ടെന്ന് ആൻ്റെ കോളർ അങ്ങോട്ട് വന്ന് കുത്തിപ്പിടിച്ചു. എടാ വെറുതെ ഒരു കള്ളക്കഥ ഉണ്ടാക്കി ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ എഴുന്നള്ളിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പെങ്ങളെ വിട്ടുതരും നീ വിചാരിച്ചോടാ, അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമില്ല. ആ സ്വപ്നം, അങ്ങനെ എന്തെങ്കിലും സ്വപ്നം നിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അതങ്ങോട്ട് വെച്ചേക്കാൻ പറയണം. ഈ സമയം ആര്യം പറഞ്ഞു, വെറുതെ പറയുന്നൊന്നുമല്ല, ഇപ്പം നീ എൻ്റെ അളിയനാ, അതുകൊണ്ട് മാത്രം പറയാ, ഞാനും ഉള്ളിൽ തമ്മിൽ ഇഷ്ടത്തിനാന്നുള്ള കാര്യം സത്യം തന്നെയാണ്, അതിനൊരു വ്യത്യാസം ഉണ്ടാകുന്നില്ല. പിന്നെ അതുമാത്രമല്ല ഇവളുടെ കഴുത്തിൽ ഞാൻ കെട്ടി താലി എപ്പോൾ കിടക്കണേന്ന് പറയാം. ഇത് കേട്ടോണ്ട് അനന്തം പെട്ടെന്ന് അങ്ങോട്ട് വന്നു. എന്താടാ നീ പറഞ്ഞേ? ഇവളുടെ കഴുത്തിൽ നീ താലി കെട്ടിയതോ? എടാ ഒരു കാരണവശാലും ഞാനത് സമ്മതിക്കത്തില്ലടാ. ഇത് മിത്രമോളെ നീ ഒരു കാര്യം ചെയ്യാം, പിന്നെ താലി നമുക്ക് വേണ്ട, ആ താലി അങ്ങോട്ട് അഴിച്ചു കൊടുത്തേക്കാൻ പറയാണ്. ഇത് കേട്ടോണ്ട് നല്ലോക്ക് പെട്ടെന്ന് അങ്ങോട്ട് വന്നു. എടാ നിനക്കെന്നാലും എത്ര ധൈര്യം വന്നടാ എൻ്റെ പെങ്ങളെ കല്യാണം കഴിക്കാമെന്ന് ചോദിക്കുകയാണ്. ഈ സമയം അച്യുതൻ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ വലിയ ഒരുത്തനാന്നല്ലേ പറഞ്ഞേ, എത്ര വലിയവനാണല്ലോ ശരി, എൻ്റെ മിത്രമാളെ നിനക്ക് വിട്ടു തരുന്ന കാര്യമില്ല, നീയും നിൻ്റെ അച്ഛനും എല്ലാവരും കൂടെ ചേർന്ന് ഈ ചതിയെ ചെയ്തല്ലേന്ന് ചോദിക്കുകയാണ്. ഈ സമയം ഇതൊന്നും അറിഞ്ഞും കേട്ടിട്ടില്ലായിരുന്നു ബാലൻ ആകെപ്പാടെ വല്ലാത്തൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ബാലൻ എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. ഈ സമയം ഗോമതിക്കും മീനാക്ഷിക്കും അതിനേക്കാളും ഉപരി ടെൻഷൻ, എന്തൊക്കെയാണ് ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നു അറിയത്തില്ല. പെട്ടെന്ന് അടുത്ത് നേരെ ബാലിൻ്റെ ഇടയിലേക്ക് വന്നിട്ട്, എനിക്ക് മനസ്സിലായടാ, നീ രണ്ട് വീട്ടുകാരും തമ്മിൽ ഒന്നിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇതിനു വേണ്ടിയിട്ടായിരുന്നില്ലേ രാവിലെ കുറച്ച് പായസവും കൊടുത്ത് വിട്ടിരിക്കുന്നു. നിൻ്റെ മനസ്സിലെ അടവൊക്കെ മനസ്സിലായടാ, നീ ഇത്ര വലിയ ചതിയനാന്ന് മനസ്സിലായില്ല. കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പെങ്ങളെ നീ അടിച്ചുകൊണ്ട് പോയി, ഇപ്പോൾ വീണ്ടും നീ അതേ ചതി തന്നെ ചെയ്തല്ലേ, ഇതൊരിക്കലും പൊറുക്കില്ലടാ. ഈ അന്തിനെ ഒരിക്കലും പൊറുക്കാൻ പറ്റുന്ന കാര്യമില്ല, എല്ലാത്തിനും പിന്നിൽ നിൻ്റെ കുതന്ത്രമാണെന്ന് മനസ്സിലായി, നീയാണ് നിൻ്റെ മോനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചല്ലേ എന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അച്യുതൻ പറഞ്ഞു, ശരിയാ അനന്തേട്ടൻ പറഞ്ഞ കാര്യം ശരിയാ, ഇയാളാണ് എല്ലാത്തിനും കാരണം, എന്നിട്ട് ഒന്നും അറിയത്തില്ലാത്ത മട്ടി നിൽക്കുമെന്ന് പറയണം. പെട്ടെന്ന് ആരും വന്നിട്ട് പറഞ്ഞു, അതെ അച്ഛനെ വെറുതെ കുറ്റപ്പെടുത്തണ്ട, അച്ഛനൊന്നും അറിയത്തില്ലായിരുന്നു പറയാം. അച്ഛനൊന്നും അറിയത്തില്ലായിരുന്നു പോലും. ഈ സമയം ആനന്ദും കൂടെ അങ്ങോട്ട് വന്നു.
ആനന്ദം വന്നിട്ട് പറഞ്ഞു, എന്തിനാ ആനും കഴുത്ത് താലി കെട്ടിയെന്ന് പറഞ്ഞില്ലേ, പിന്നെ നിങ്ങൾ എന്തിനാ ഇനിയിപ്പം ആയനെ കുറ്റപ്പെടുത്തുന്നത്? അവർക്ക് തമ്മിൽ ഇഷ്ടമാണെങ്കിൽ അവർ പരസ്പരം ഒന്നാവാൻ തീരുമാനിച്ചു. അതിൻ്റെ പേരിൽ ഇനി അവനെ ആരും കുറ്റപ്പെടുത്തണമെന്ന് പറയാം. അലോക് വന്നിട്ട് പറഞ്ഞു, അറിയാടാ, എല്ലാവരും കൂടെ കൂടി ചെന്നുള്ള പദ്ധതിയാണെന്നറിയാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനിയിപ്പം നീ എന്ത് വേണം ചെയ്തോ കുഴപ്പമില്ല. പക്ഷേങ്കിൽ ഇനിയിപ്പം ഞാൻ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാകത്തില്ലെന്ന് പറയണം. അത്ര സമയം മിണ്ടാതിരുന്ന് രാജേശ്വരി പെട്ടെന്ന് അങ്ങോട്ട് മിത്രയുടെ അരിയിലേക്ക് വന്നു. മിത്രയുടെ അരിയിലേക്ക് വന്നിട്ട് ചോദിച്ചു, നീ പോവാതിരിക്കും എന്തുതരം ചെയ്തോ, പക്ഷേങ്കിൽ ഞങ്ങളുടെ ഏട്ടനുണ്ടാക്കിയ സമ്പാദ്യം, ആ സ്വർണം, അതോടൊപ്പം തന്നെ പണവും അത് ഞങ്ങൾക്ക് തിരികെ വേണമെന്ന് പറയാം. ഒന്നുമില്ലേലും ഒരു ഉടുപ്പും ഇല്ലാതെ 100 പൗണ്ട് സ്വർണം അടിച്ചു മാറ്റിക്കൊണ്ടല്ലേ പോയത്. ആ സ്വർണം എവിടെയാണ്? അതിങ്ങോട്ട് തരാൻ പറയണം. പെട്ടെന്ന് അലോകം വന്നിട്ടുണ്ട്, ശരിയമ്മേ, അമ്മ പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യമാണ്, ആ സ്വർണം ഞങ്ങൾക്ക് വേണമെന്ന് പറയാം. ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്ന ബാലനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഗോമതിക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഗോമതി ഇത്ര വലിയൊരു പ്രതിസന്ധി പ്രതീക്ഷിച്ചില്ല. ഈ സ്വർണത്തെക്കുറിച്ചുള്ള ചോദ്യം ഉണ്ടാകുന്നത് ആ സമയത്ത് മനസ്സിലേക്കൊരു ചിന്ത പോലും കടന്നില്ല. മിത്രനെ എങ്കിലും രക്ഷിക്കണം, ആ ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് ആര്യം മനസ്സിൽ പറഞ്ഞു, അതേ സ്വർണ്ണം ഒന്നും ഇനി കിട്ടാൻ പോകുന്നില്ലെന്ന് പറയണേ. കിട്ടാൻ പോകുന്നില്ല, അതെന്താ? അതൊക്കെ എപ്പോഴേ തീർത്തു. 2 ദിവസം കൊണ്ട് 101 പൗണ്ട് സ്വർണം നീ തീർക്കാനോ? നീ ആൾ കൊള്ളാലോടെന്ന് അങ്ങോട്ട് വന്നിട്ട് അച്യുതൻ വന്നിട്ട് പറയണം, എന്തൊക്കെ ചെയ്താലും ശരി മര്യാദയ്ക്ക് സ്വർണം ഞങ്ങൾക്ക് വിട്ടു തന്നോണം, അല്ലെങ്കിൽ അനന്തനും അച്യുതനും ആരാ നീയൊക്കെ അറിയുമെന്ന് പറയണം. ആര്യം പറഞ്ഞു, ഇനിയിപ്പം നിങ്ങൾ എന്തൊക്കെ പറഞ്ഞ പോലെ ആ സ്വർണം കിട്ടാനൊന്നും പോകുന്നില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു സംസാരം വേണ്ടെന്ന് പറയണം. പിന്നീട് മിത്ര എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ വിഷമിച്ച് നിൽക്കുകയാണ്. ബാലനും അതേപോലെ തന്നെ. ബാലനും വല്ലാത്തൊരു വിഷമമാണ്. കാരണം ഇത്രയും വലിയ പ്രതിസന്ധി ആ ഒരു സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നല്ലോ. കോമതിയാണ് മീനാക്ഷിനെ തോണ്ടുവാണ്. മീനാക്ഷിയോട് നമ്മ ഇന്ന് വിഷമിക്കാതിരിക്കുക, സങ്കടപ്പാടായിരിക്കുക, എല്ലാം ശരിയാവുമെന്നും പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഈ സമയത്ത് മിത്ര ഒന്നും ഉണ്ടായിരിക്കുക. പെട്ടെന്ന് അനന്തം വന്നിട്ട് പറഞ്ഞു, അതേ ഒരു കാര്യം ഞാൻ പറയാം മോളെ, നിനക്ക് ഇനിയും സമയമുണ്ട്, നീ ആ താലി അങ്ങ് ഊരിക്കൊടുക്കുക. താലി അവൻ കിട്ടിയ താലിയല്ലേ, അതങ്ങ് ഊരി കൊടുത്തിട്ട് മോളിങ്ങോട്ട് വാ, അതോടുകൂടി പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ എന്ന് പറയാം. ഈ അച്ഛൻ പറഞ്ഞ നീ അനുസരിക്കില്ലേ? ഈ അച്ഛൻ ജീവിച്ച പോലെ നിനക്ക് വേണ്ടിയിട്ടല്ലേ മോളെ ഞാൻ പറയുന്നത്, നീ അനുസരിക്കുക. നമ്മുടെ ആജന്മ ശത്രുക്കൾ അവർ, ഒരു കാരണവശാലും നീ ആ വീട്ടിലേക്ക് വലതുകാലി വെച്ച് കയറല്, അതെന്നെ കൊല്ലുന്നതിന് തുല്യവാ. നീ എന്നെ കൊലയ്ക്ക് കൊടുക്കല്ലെന്ന് പറയാം. ഇത് കേട്ടത് പെട്ടെന്ന് ആര്യം നേരെ മിത്രയുടെ അരിയിലേക്ക് വരുവാണ്. മിത്രയോട് വാ, എനിക്കൊന്ന് സംസാരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് മാറ്റിക്കൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഗോമതി ഓർത്ത്, എൻ്റെ ഭഗവാൻ എന്തൊക്കെ ഇനി പറയാൻ പോണേ, ആകെപ്പാടെ പെട്ടുപോയല്ലോ. ഇനിയിപ്പോൾ എങ്ങനെ ഇവളെ വേണ്ടെന്ന് പറയുമോ, ഇനി ഇവളെ എങ്ങനെ അങ്ങോട്ട് പറഞ്ഞു വിടുവോ മിത്രനെ? എന്നാൽ പിന്നെ തീർന്നു, ഇത്ര സമയം കഷ്ടപ്പെട്ടെല്ലാം വെറുതെ ആവുന്നൊരു ചിന്ത ഗോമതിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. ഈ സമയം ആരും നേരെ മിത്രനെ വിളിച്ച് മാറ്റി എടുത്തിട്ട് പറഞ്ഞു, അതേ ഞാനൊരു കാര്യം പറയാം, ഇതാണെങ്കിൽ നമുക്ക് പറ്റിയ അവസരമാണ്. നീ ഒരു കാര്യം ചെയ്യുക, ആ താലി ഊരി എൻ്റെ കയ്യിൽ തന്നിട്ട് നീ അവരോടൊപ്പം വീട്ടിലേക്ക് പോകാൻ നോക്ക്, നിനക്കും നല്ലൊരു ജീവിതം ഉണ്ടാവുമെന്ന് പറയാം. പെട്ടെന്ന് മിത്രയൊന്നും മിണ്ടായിരിക്കുവാണ്. ആര്യൻ എന്ത് ചെയ്തു? ആര്യൻ ചെന്നിട്ട് മിത്രയുടെ താലിയിലേക്ക് അങ്ങോട്ട് പിടിക്കുക. ഈ സമയം മിത്രയുടെ അനന്തം പറഞ്ഞു, മോളെ ആ താലി വലിച്ചു പൊടിച്ച് അവൻ്റെ മുഖത്തേക്ക് എറിഞ്ഞിട്ട് മോൾ ഇങ്ങോട്ട് വരാൻ പറയാണ്. പക്ഷേങ്കിൽ മിത്ര ഒന്നും മിണ്ടിയില്ല. ആര്യൻ എന്ത് ചെയ്യുവാണ്, ആ താലി വലിച്ചു പൊട്ടിക്കാനായിട്ട് ആ കൈ ഇങ്ങോട്ട് മിത്രയുടെ കയ്യിലേക്ക് അങ്ങോട്ട് വെച്ചു. എന്നിട്ട് പിന്നെ ആ താലിയിലേക്ക് അങ്ങോട്ട് പിടിക്കുവാണ്. പെട്ടെന്ന് തന്നെ മിത്ര കയ്യും കൂടെ തട്ടി മാറ്റി ആ താലിയെല്ലാം കൂടെ മുറുക്കെ പിടിച്ചു. ആര്യന് മനസ്സിലായി ഇവൾക്ക് ആ താലി വിളിച്ചു പിടിക്കാൻ താല്പര്യമില്ല, മിത്ര തൻ്റെ ഭാര്യയായി കഴിഞ്ഞിരിക്കുന്നു, അവൾക്ക് അതിനോട് ഒട്ടും താല്പര്യമില്ലെന്ന്. പെട്ടെന്ന് ആര്യൻ്റെ ഒന്നും മിണ്ടിയില്ല. നേരെ അനന്തൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ്. അതെ, ഞാൻ കെട്ടിയ താലി അവളുടെ കഴുത്തിലുള്ള, അത് അവൾ അഴിച്ചു വെച്ചിട്ട് പോരാൻ പോകുന്നില്ല. ഞാനിനി അവളെയും കൊണ്ട് കയറാൻ പോകുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? എൻ്റെ വീട്ടിലേക്കാണ്, അല്ലാതെ അങ്ങോട്ടല്ല കയറാൻ പോകുന്നത്. എൻ്റെ ഭാര്യയായിട്ട് അവളുടെ വലത് കൈയും പിടിച്ചാൽ അങ്ങോട്ട് കയറാൻ പോവാ എന്നും പറഞ്ഞുകൊണ്ട് മിത്രയുടെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിക്കുകയാണ്. കൈ പിടിച്ച് നേരെ ദേവമംഗലത്തേക്ക് കയറാനായിട്ട് അങ്ങോട്ട് തുടങ്ങുമ്പോഴത്തേനും ബാലൻ കയ്യങ്ങ് തടഞ്ഞു. എങ്ങോട്ടാ കയറുന്നതെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയിൽ ആരിനും മിത്രയും കൂടെ നിൽക്കുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കണ്ടത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. അപ്പോൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.